ആര് മുന്നിൽ ആര് പിന്നിൽ. വിധി ദിനം മെയ് 4 തിങ്കളാഴ്ച രാവിലെ 5 മണി മുതൽ തത്സമയം 24. അന്നത്തെ പോലെ രണ്ടാളും തമ്മിൽ ഇപ്പോ വഴക്കൊന്നുമില്ലല്ലോ. ഇയാളില്ലെന്നാ പറഞ്ഞേ? അങ്ങനെയൊന്നുമില്ല ഡോക്ടറെ. എന്തായാലും ടെസ്റ്റ് റിസൾട്ട് ഒക്കെ പോസിറ്റീവാ. അധികം വൈകാതെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കും. അതിന്റെ പേരിലാണ് രണ്ടാളും തമ്മിൽ വഴക്കെങ്കിൽ ഇനി അത് വേണ്ടെന്നാ പറഞ്ഞേ. പിന്നെ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാ ഇയാളുടെ ബോഡിക്ക് നല്ല റെസ്റ്റ് കൊടുക്കണം. ബോഡിക്ക് മാത്രമല്ല, മനസ്സിനും. ഞാനിവിടെ ടോർച്ചർ ചെയ്യുന്ന ഒരു ഹസ്ബൻഡ് അല്ല ഡോക്ടറെ. എങ്കിലും ഞാൻ പറയാനുള്ളത് പറയണല്ലോ. ആദ്യത്തെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന എന്റെയോ ഇയാളുടെയോ കുഴപ്പം കൊണ്ടല്ല. അതിന് വഴിവെച്ചത് ഇയാളുടെ പേരൻസ് തന്നെയാ. അല്ലെങ്കിൽ ഇപ്പോ രണ്ടാൾക്കും 4-5 മാസം പ്രായമുള്ളൊരു കുട്ടിയെ ലാളിക്കാമായിരുന്നു. ഇനി പ്രത്യേകിച്ച് വല്ല ട്രീറ്റ്മെന്റ് എടുക്കേണ്ട കാര്യമുണ്ടോ ഡോക്ടറെ? അത് ഞാൻ പറയാം. എന്തായാലും 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും വരണം. ഇയാൾക്ക് പെട്ടെന്ന് അമ്മയാവാനുള്ള ആഗ്രഹം ഉണ്ടെന്ന് തോന്നുന്നു, അല്ലേ? അതെ, അതുകൊണ്ടാ ഞങ്ങൾ പ്രതീക്ഷയുടെ ഡോക്ടറുടെ അരികിലേക്ക് വന്നത്. ഞാൻ പ്രതീക്ഷ കെടുത്തിയിട്ടൊന്നുമില്ലല്ലോ. അന്ന് ഞങ്ങൾ വന്നപ്പോ വഴക്കിട്ടാ പോയത്. അതുകൊണ്ട് എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഡോക്ടർ ഇങ്ങനെ പറയുന്നത്? ഞാൻ അങ്ങനെ ആർക്കും അനാവശ്യ പ്രതീക്ഷയൊന്നും കൊടുക്കാറില്ല. അന്ന് ഞങ്ങൾ വഴക്കുണ്ടാക്കിയത് മറ്റു ചില കാരണങ്ങളാലാണ് ഡോക്ടറെ. ആയിക്കോട്ടെ, ഒരു കല്യാണം കഴിഞ്ഞാൽ ദാമ്പത്യ ബന്ധം ദൃഢമാവുന്നത് കുട്ടികളുടെ വരവോടെയാ. അപ്പൊ പിന്നെ ഏത് നേരവും വീട്ടിലെ കരുണ എൻഗേജ്ഡ് ആവും. അങ്ങനെ അല്ലാതെ വരുമ്പോഴാണ് മറ്റു ചില ചിന്തകളിലേക്ക് മനസ്സ് പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ മരുന്ന് കുറിച്ചിട്ട് അതുപോലും വാങ്ങാതെയാ പോയത്. അതെനിക്ക് അത്രയങ്ങോട്ട് ദഹിച്ചിട്ടില്ല. ഇനിയത് കാര്യാക്കുന്നില്ല. ഇത് കൃത്യമായിട്ട് കഴിക്കണം. എന്നിട്ട് ഞാൻ പറയുന്ന സമയത്ത് തന്നെ എത്തണം. ശരി ഡോക്ടർ. കഴിഞ്ഞ തവണ അങ്ങനെയൊക്കെ സംഭവിച്ചതിന് ഞാൻ സോറി പറയാ. സോറി ഒന്നും പറയണ്ട. ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലുള്ള പിണക്കം മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുന്നതാ നല്ലത്. അത് പരമാവധി നിങ്ങൾക്കുള്ളിൽ തന്നെ ഒതുങ്ങി നിൽക്കണം. പ്രഷർ കുറയ്ക്കുക കേട്ടോ. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ആസ്വദിക്കുന്നതേ നമ്മൾ മലയാളികളുടെ പൊതുവെ ഉള്ളൊരു സ്വഭാവ. അതിന് വെറുതെ വഴിവെച്ചു കൊടുക്കണ്ട. ശരി ഡോക്ടറെ. ഉണ്ണിയേട്ടനൊന്ന് ആലോചിച്ച് നോക്കേ. ഞാനിനി എന്തിനാ ഉണ്ണിയേട്ടന്റെ വീട്ടിലേക്ക് വരുന്നത്? പഴയതുപോലെ നിന്റെ അടുത്ത് കെഞ്ചാനൊന്നും ഞാനില്ല. നിനക്ക് നിന്റെ വീട്ടിലേക്ക് പോണെങ്കിൽ കൊണ്ടുവിടാം. അതല്ല എനിക്കൊപ്പം വരണമെങ്കിൽ വരാം. നീ എന്നെ ബുദ്ധിയില്ലാത്തവനാക്കി, ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞ് കളിയാക്കി. എന്നിട്ട് എന്തായി? അതിൻ്റെയൊക്കെ അവസാനം നിന്റെ കാരണത്തൊന്ന് തരാനാണ് എനിക്ക് തോന്നിയത്. നീ എന്നെ ഇതുപോലൊരു യാത്രയിൽ കാറിൽ നിന്ന് വെളിയിലിറക്കി ആൾക്കാരുടെ ഇടയിൽ വെച്ച് തള്ളിയിട്ടുണ്ട്. പകരത്തിന് പകരം തല്ലണോ? ഇനി എനിക്ക് പഴയതുപോലെ നിന്റെ മുമ്പിൽ നടുവിളച്ച് നിൽക്കാനൊന്നും പറ്റില്ല. ആരുടെ മുന്നിലും പറ്റില്ല. അത്രത്തോളം നിന്നെ ഞാൻ മടുത്ത് നടക്കുക. പിന്നെ ഞാനോ? ഇപ്പോ ഡോക്ടർ ഒരു ആശ്വാസം തന്നു. പക്ഷെ ആ കുഞ്ഞ് ജനിക്കുമ്പോ നമ്മുടെ കുഞ്ഞല്ല, അവളുടെ കുഞ്ഞ, ലക്ഷ്മിയുടെ കുഞ്ഞ രാജകീയമായിട്ട് ജീവിക്കാൻ പോകുന്നത്.